ടൈം എഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നിരത്തിയിരിക്കുന്ന ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കിളുത്ത് വരുന്ന പുല്ല് എങ്ങനെ വേരോടുകൂടി ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. സാധാരണ നമ്മൾ കൈകൊണ്ട് ഇത് പറിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വേരുകളൊന്നും പോകത്തില്ല, പുല്ലിൻ്റെ മേൽഭാഗം മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ഇത് തളിച്ച് ഉണക്കാമെന്ന് വെച്ചാലും അതിൻ്റെ മേൽഭാഗം മാത്രമേ ഉണങ്ങത്തുള്ളൂ. അതിൻ്റെ വേരവിടെ തന്നെ നിൽക്കും, വീണ്ടും അത് അവിടെ കിളുത്ത് വരും. നമ്മൾക്ക് ഇത് വേരുൾപ്പെടെ പോയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമാകത്തുള്ളൂ. അതിന് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തത്. നമുക്ക് ആദ്യമേ ആ പുല്ല് കിളുത്ത് നിൽക്കുന്ന ആ ഇൻ്റർലോക്കിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചിടാം. നമുക്ക് എവിടെയൊക്കെയാണ് പുല്ലുള്ളത് ആ ഭാഗം മാത്രം നനയ്ക്കേണ്ട ആവശ്യങ്ങളേ ഉള്ളൂ. അവിടെ ഒന്ന് നനച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറത്തേക്ക് ഇത് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ പുല്ലിൻ്റെ വേരിലേക്ക് ആ വെള്ളം ഒന്ന് ഇറങ്ങിച്ചെന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ടൈലിൻ്റെ ഇടയിലൂടെ വെള്ളം ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതേപോലുള്ള ചെറിയൊരു മമ്മട്ടി ഉപയോഗിച്ച് ആ ടൈലിൻ്റെ വിടവുകളിൽ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഈ പുല്ല് അതിൻ്റെ വേരുൾപ്പെടെ പൊങ്ങിപ്പോരും. നമ്മൾ ആ മമ്മട്ടി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കും. മമ്മട്ടിയോ പുല്ല് കൊത്തിയോ ചെറിയ എന്തെങ്കിലും ഐറ്റം മതി നമുക്ക്. അത് ഉപയോഗിച്ച് ആ ടൈലിൻ്റെ വിടവിനിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നതിനോട് ഉൾപ്പെടെ ആ പുല്ലിൻ്റെ മേളിലോട്ട് ഒന്ന് വലിച്ചും കൂടെ പൊക്കിയെടുക്കണം. നമ്മളങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ വലിക്കുന്ന ആ ഒരു ഫോഴ്സിൽ ആ വേരും കൂടെ ഫുള്ളായിട്ട് അതിൻ്റെ കൂടെ ഇങ്ങ് പോരും. കണ്ടോ, വേരുൾപ്പെടെ ഇങ്ങ് പോരുന്നത് കാരണം വീണ്ടും അവിടെ പുല്ല് കിളുത്തു വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ആ ടൈലിൻ്റെ ഇടയിലുള്ള പുല്ലുകൾ മൊത്തമായിട്ടിങ്ങ് പറിച്ച് മാറ്റുകയും ചെയ്യാം. നമ്മൾ ടൈലുകളൊക്കെ നല്ല ഭംഗിയും വൃത്തിയുമായി ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ ആ മമ്മട്ടി ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചത് കാരണം അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ ഇങ്ങ് പൊങ്ങിപ്പോരുകയും ചെയ്യും. കണ്ടോ, ഇപ്പം നിങ്ങൾക്കത് കാണാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നോക്കിക്കേ, പുല്ലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങ് പൊങ്ങി പോന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ പുല്ലെല്ലാം പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് ആ വെള്ളമൊക്കെ ഉണങ്ങിക്കിടക്കുന്ന ഒരു സീനാണിപ്പോൾ നമുക്ക് കാണുന്നത്. നല്ല വൃത്തിയായിട്ടുമുണ്ട്. ആ ഭാഗത്തെ പുല്ലുകളെല്ലാം കംപ്ലീറ്റ് പോയിട്ടുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.